കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ച് ഗവർണർ. സർവകലാശാല പ്രതിസന്ധിക്കിടെയാണ് VC-യെ ഗവർണർ വിളിപ്പിച്ചത്. സർവകലാശാലയിലെ സംഭവങ്ങൾ മോഹൻ കുന്നുമൽ ഗവർണറെ അറിയിക്കും. വിജിൻ വായന്തോട് വിവരമായി ചേരുന്നു. വിജിൻ, നിലവിൽ ഈ സർവകലാശാലയിലെ പ്രതിസന്ധി എങ്ങനെയാണ് VC നേരിടുന്നത്? ഗവർണർ ഇതിൽ ഇടപെടുന്നത് എങ്ങനെയാണ്? അജിംസ്, എന്തായാലും അല്പസമയം മുമ്പ് ഗവർണറുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ മടങ്ങിയിട്ടുണ്ട്. അടിയന്തരമായി രാജ്ഭവനിലേക്ക് എത്തിച്ചേരാനാണ് ഗവർണർ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് സർവകലാശാലയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് രാജ്ഭവനിലേക്ക് വൈസ് ചാൻസലർ എത്തിയത്. സർവകലാശാലയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും ഒക്കെ ഗവർണർക്ക് മുന്നിൽ വൈസ് ചാൻസലർ വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ കാലങ്ങളായി പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേരള സർവകലാശാലയിൽ. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഗവർണറുടെ നേരിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും രജിസ്ട്രാർ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ കേസ് പോവുകയൊക്കെ ചെയ്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതൊക്കെ തരത്തിൽ ഫയൽ നീക്കങ്ങൾ നടക്കുന്നു, ഏതൊക്കെ തരത്തിൽ ഈ അധികാര തർക്കങ്ങൾ ഒക്കെ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലെ പ്രതിസന്ധി ഏത് തരത്തിലാണ് എന്ന കാര്യമൊക്കെ വിശദീകരിക്കാനാണ് നിലവിൽ വൈസ് ചാൻസലർ രാജ്ഭവനിൽ എത്തിയത്. നിലവിൽ എന്തായാലും ഇപ്പോൾ കടുത്ത നിലപാട് തന്നെയാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി ആർ ബിന്ദു നേരിട്ട് ഒരു സമവായ ശ്രമമൊക്കെ നടത്തിയെങ്കിലും ആ സമവായത്തിനൊന്നും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമൽ വഴങ്ങിയിരുന്നില്ല. തന്റെ നിലപാടിൽ ആവർത്തിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈസ് ചാൻസലർ ചെയ്തത്. അതിനിടയിലാണ് നിലവിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ, അത് ഒരു ദിവസമെങ്കിലും സസ്പെൻഷനായി തന്നെ തുടരണം എന്നുള്ള കടുത്ത നിലപാട് വൈസ് ചാൻസലർ സ്വീകരിച്ചത്. ഇപ്പോൾ രജിസ്ട്രാർ കൂടി ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ എന്ത് നിലപാടിന് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ഘട്ടത്തിൽ ആണ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അത് എങ്ങനെ നൽകണം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ആശയവിനിമയം രാജ്ഭവനുമായി നടന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്.